നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക്ക് ലോസ് ഓഫ് കൈനറ്റിക് എനർജി ഡ്യൂറിങ് ഇമ്പാക്റ്റ് എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ തൊട്ട് മുമ്പത്തെ ക്ലാസ്സിൽ എന്താണ് ഇമ്പാക്റ്റ് എന്ന് പഠിച്ചു. അതുപോലെ തന്നെ ഇമ്പാക്റ്റിനെ സംബന്ധിക്കുന്ന പ്രധാനപ്പെട്ട രണ്ട് നിയമങ്ങൾ നമ്മൾ പഠിച്ചു. അതിലാദ്യത്തേതെന്ന് പറയുന്നത് ദ റിലേറ്റീവ് വെലോസിറ്റി ആഫ്റ്റർ ഇമ്പാക്റ്റ് ആൻഡ് ദ റിലേറ്റീവ് വെലോസിറ്റി ബിഫോർ ഇമ്പാക്റ്റ് വിൽ ബി ഇൻ എ കോൺസ്റ്റൻറ്റ് റേഷ്യോ എന്നുള്ളതായിരുന്നു. രണ്ടാമത്തെ നിയമം എന്ന് പറയുന്നത് ടോട്ടൽ ലീനിയർ മൊമെൻറ്റം വിൽ ബി കൺസേർവ്ഡ് ഇൻ ദ കേസ് ഓഫ് ഇമ്പാക്റ്റ് എന്നുള്ളതാണ്. സോ അങ്ങനെയാണെങ്കിൽ നമ്മൾ ഒരു ഇമ്പാക്റ്റ്, രണ്ട് വസ്തുക്കളുകൾ തമ്മിൽ കൊളീഷൻ നടക്കുന്ന സമയത്ത് അവിടുത്തെ ലോസ് ഇൻ കൈനറ്റിക് എനർജി കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. സോ ഇറ്റ് ക്യാൻ ബി ഷോൺ ദാറ്റ് there is always a loss in kinetic energy. There is always a loss in kinetic energy on impact between two bodies. ഓക്കെ, അപ്പോൾ ഒരു ഇമ്പാക്റ്റ് ആണെങ്കിൽ അവിടെ എന്തുണ്ടാവും? തീർച്ചയായും ഒരു കൈനറ്റിക് എനർജി ലോസ് ഉണ്ടാവും എന്നുള്ളതാണ് നമ്മൾ പറഞ്ഞത്. അതാണ് നമ്മൾ പ്രൂവ് ചെയ്യാൻ പോകുന്നത്. സോ നമ്മൾ ഇമ്പാക്റ്റിനെ സംബന്ധിക്കുന്ന സെക്കൻഡ് ലോയിൽ നിന്നും നമുക്ക് കിട്ടിയ ഇക്വേഷൻ എന്ന് പറയുന്നത് m1v1 പ്ലസ് m2v2 ഈസ് ഈക്വൽ ടു m1u1 പ്ലസ് m2u2 ആണ്. കാരണം ടോട്ടൽ ലീനിയർ മൊമെൻറ്റം കൺസേർവ്ഡ് ആണ്. സോ ഞാനതിനെ ഇക്വേഷൻ 1 എന്ന് വിളിക്കുന്നു. ഇമ്പാക്റ്റിനെ സംബന്ധിക്കുന്ന ഫസ്റ്റ് ലോ എന്ന് പറയുന്നത് the relative velocity after impact to the relative velocity before impact will be in a constant ratio എന്നുള്ളതാണ്. അതായത് v1 മൈനസ് v2 is equal to minus e into u1 minus u2 ആണ്. let this be equation number 2. സോ ഞാൻ അടുത്തതായിട്ട് സ്ക്വയറിങ് ഇക്വേഷൻ 2നെ സ്ക്വയർ ചെയ്യുന്നു. സോ ഇക്വേഷൻ 2നെ സ്ക്വയർ ചെയ്യുമ്പോൾ v1 മൈനസ് v2 ഹോൾ സ്ക്വയർ is equal to e square into u1 minus u2 whole square എന്ന് വരും. and let this be equation number 3. so now ഞാൻ ഈ ഇക്വേഷൻ 3നെ ഒരു m1 m2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. and this will give m1 m2 into v1 minus v2 whole square is equal to m1 m2 e square into u1 minus u2 whole square. and let this be equation number 4. now അടുത്തതായി നമ്മൾ ഇക്വേഷൻ 1നെ സ്ക്വയർ ചെയ്യും. സോ സ്ക്വയറിങ് ഇക്വേഷൻ നമ്പർ 1. സോ ഇക്വേഷൻ 1നെ സ്ക്വയർ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് m1v1 പ്ലസ് m2v2 ഹോൾ സ്ക്വയർ ഈസ് ഈക്വൽ ടു m1u1 പ്ലസ് m2u2 whole square എന്ന് കിട്ടും. and let this be equation number 5. so now I am adding equation 5 and equation 4. so ഇത് ആഡ് ചെയ്യുമ്പോൾ m1v1 പ്ലസ് m2v2 ഹോൾ സ്ക്വയർ പ്ലസ് m1 m2 ഇൻറ്റു v1 മൈനസ് v2 ഹോൾ സ്ക്വയർ ഇസ് ഈക്വൽ ടു റൈറ്റ് ഹാൻഡ് സൈഡ് വരിക m1u1 പ്ലസ് m2 u2 whole square plus m1 m2 e square into u1 minus u2 whole square എന്ന് വരും. okay, now let this be equation number 6. okay, so now ഞാൻ ഇക്വേഷൻ 6ൻ്റെ റൈറ്റ് ഹാൻഡ് സൈഡിൽ so let me add and subtract m1 m2 into u1 minus u2 whole square on right hand side of the equation number 6. ഇക്വേഷൻ 6ൻ്റെ RHSൽ ഈ m1 m2 ഇൻറ്റു u1 മൈനസ് u2 ഹോൾ സ്ക്വയർ എന്ന് പറയുന്ന ടേം ആഡ് ചെയ്യും, അതുപോലെ തന്നെ അതിനെ സബ്ട്രാക്ട് ചെയ്യുകയും ചെയ്യും. സോ നമ്മുടെ ഇക്വേഷൻ നമ്പർ 6 എന്ന് പറയുന്നത് ഇങ്ങനെ വരും m1v1 പ്ലസ് m2v2 ഹോൾ സ്ക്വയർ ഈസ് പ്ലസ് m1 m2 into
v1 minus v2 whole square is equal to m1 u1 plus m2 u2 whole square plus m1 m2 e square into u1 minus u2 whole square. ഇനി നമ്മൾ മുമ്പേ പറഞ്ഞ ടേമിനെ ആഡ് ചെയ്യുന്നു, അതുപോലെ തന്നെ സബ്ട്രാക്ട് ചെയ്യുന്നു. ദാറ്റ് ഈസ് പ്ലസ് m1 m2 ഇൻറ്റു u1 മൈനസ് u2 ഹോൾ സ്ക്വയർ മൈനസ് m1 m2 ഇൻറ്റു u1 മൈനസ് u2 ഹോൾ സ്ക്വയർ. സോ ഒരേ ടേമിനെ തന്നെ ആഡ് ചെയ്യുന്നു, അതേ ടേമിനെ തന്നെ സബ്ട്രാക്ട് ചെയ്യുന്നു. സോ ഇക്വേഷനിൽ പ്രത്യേകിച്ച് ചേഞ്ച് ഒന്നും വരില്ല. സോ ഞാൻ റൈറ്റ് ഹാൻഡ് സൈഡ് തന്നെ ഒന്ന് സോൾവ് ചെയ്യണം. ലെഫ്റ്റ് ഹാൻഡ് സൈഡ് അതുപോലെ തന്നെ വെക്കുന്നു. സോ റൈറ്റ് ഹാൻഡ് സൈഡ് ഫസ്റ്റ് ടേം അതുപോലെ തന്നെ എഴുതുന്നു. ദാറ്റ് ഈസ് m1 u1 പ്ലസ് m2 u2 ഹോൾ സ്ക്വയർ. നൗ ഞാൻ അടുത്തതായിട്ട് ഈ രണ്ട് ടേമുകളെ ഞാൻ ഒന്നിച്ചെടുക്കുകയാണ്. അതായത് ഈ സെക്കൻഡ് ടേമും ഈ ഫോർത്ത് ടേമും കൂടി കൺസിഡർ ചെയ്യുന്നു. ഈ സെക്കൻഡ് ടേമിൽ നിന്നും ഫോർത്ത് ടേമിൽ നിന്നുമായിട്ട് ഞാനൊരു മൈനസ് m1 m2 ഇൻറ്റു u1 മൈനസ് u2 ഹോൾ സ്ക്വയറിനെ കോമൺ ആയിട്ട് പുറത്തേക്ക് എടുക്കുന്നു. അപ്പോൾ ഫോർത്ത് ടേം 1 ആവും. സെക്കൻഡ് ടേം മൈനസ് പുറത്തെടുത്തുകൊണ്ട് തന്നെ ഇത് മൈനസ് ഇ സ്ക്വയർ എന്ന് വരും. നൗ പ്ലസ് തേർഡ് ടേം ഞാൻ അതുപോലെ തന്നെ എഴുതുന്നു. ദാറ്റ് ഈസ് m1 m2 ഇൻറ്റു u1 മൈനസ് u2 ഹോൾ സ്ക്വയർ എന്ന് വരും. സോ നൗ നമ്മുടെ ഈ ഇക്വേഷനിൽ ഇതിൻ്റെ ഈ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് നോക്കുക. m1 v1 പ്ലസ് m2 v2 ഹോൾ സ്ക്വയർ പ്ലസ് m1 m2 ഇൻറ്റു v1 മൈനസ് v2 ഹോൾ സ്ക്വയർ ആണ്. സോ ഈ ഇക്വേഷൻ എനിക്ക് ഇങ്ങനെ മാറ്റി എഴുതാം. m1 പ്ലസ് m2 ഇൻറ്റു m1 v1 സ്ക്വയർ പ്ലസ് m2 v2 സ്ക്വയർ എന്ന് എഴുതാം. ഇതിൽ ഡൗട്ട് ഉണ്ടെങ്കിൽ ഇതിനെ നിങ്ങൾ എക്സ്പാൻഡ് ചെയ്ത് നോക്കുക. ഇതിനെ എക്സ്പാൻഡ് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഈ പറഞ്ഞ മുകളിലുള്ള ടേം തന്നെ കിട്ടും. നൗ ദിസ് ഈസ് ഈക്വൽ ടു, ഇതിനോട് സിമിലർ ആയിട്ടുള്ള ടേമാണ് നമുക്കിപ്പോൾ റൈറ്റ് ഹാൻഡ് സൈഡിലുള്ളത്. എന്താണ്? ഒന്ന് m1 u1 പ്ലസ് m2 u2 ഹോൾ സ്ക്വയർ. ഞാൻ അതിൽ ഈ മൂന്നാമത് കിടക്കുന്ന ടേമിനെ അടുത്തായിട്ട് എഴുതുന്നു. ദാറ്റ് ഈസ് പ്ലസ് m1 m2 ഇൻറ്റു u1 മൈനസ് u2 ഹോൾ സ്ക്വയർ മൈനസ് m1 m2 ഇൻറ്റു u1 മൈനസ് u2 ഹോൾ സ്ക്വയർ ഇൻറ്റു 1 മൈനസ് ഇ സ്ക്വയർ എന്നാണ്. So that is this can be written as m1 plus m2 into m1 v1 square plus m2 v2 square is equal to ഈ ടേം നമ്മൾ മുമ്പേ എഴുതിയത്, അതായത് ഇതിനോട് സിമിലർ ആയിട്ടുള്ള ഒരു ടേമാണ് ഇത്. സോ ഇതിനെ നമുക്ക് മുമ്പേ എഴുതിയ പോലെ തന്നെ m1 പ്ലസ് m2 ഇൻറ്റു m1 u1 സ്ക്വയർ പ്ലസ് m2 u2 സ്ക്വയർ എന്ന് എഴുതാം. നൗ ദ ലാസ്റ്റ് ടേം ഈസ് മൈനസ് m1 m2 ഇൻറ്റു u1 മൈനസ് u2 ഹോൾ സ്ക്വയർ ഇൻറ്റു 1 മൈനസ് ഇ സ്ക്വയർ എന്ന് വരും. സോ ഇവിടെ നിന്ന് നമുക്ക് ഞാൻ ടോട്ടൽ ഈ ഇക്വേഷനെ മൊത്തത്തിലൊരു m1 പ്ലസ് m2 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. അങ്ങനെ എഴുതുമ്പോൾ ഇതിനെ m1 v1 സ്ക്വയർ പ്ലസ് m2 v2 സ്ക്വയർ ഈസ് ഈക്വൽ ടു m1 u1 സ്ക്വയർ പ്ലസ് m2 u2 സ്ക്വയർ മൈനസ് ഈ ടേം m1 m2 ഡിവൈഡഡ് ബൈ m1 പ്ലസ് m2 ഇൻറ്റു ദിസ് u1 മൈനസ് u2 ഹോൾ സ്ക്വയർ ഇൻറ്റു 1 മൈനസ് ഇ സ്ക്വയർ എന്ന് വരും. അതുപോലെ ഇവിടുന്ന് നമുക്ക് എന്തെഴുതാം? m1 v1 സ്ക്വയർ പ്ലസ് m2 v2 സ്ക്വയർ മൈനസ് m1 u1 സ്ക്വയർ പ്ലസ് m2 u2 സ്ക്വയർ ഈസ് ഈക്വൽ ടു മൈനസ് m1 m2 u1 മൈനസ് u2 ഹോൾ സ്ക്വയർ ഇൻറ്റു 1 മൈനസ് ഇ സ്ക്വയർ ഡിവൈഡഡ് ബൈ m1 പ്ലസ് m2 ആണെന്ന് എഴുതാം. നൗ ഇപ്പോൾ ഇവിടെ ലെഫ്റ്റ് ഹാൻഡ് സൈഡിലുള്ളത് m1 v1 സ്ക്വയർ പ്ലസ് m2 v2 സ്ക്വയർ മൈനസ് m1 u1 സ്ക്വയർ പ്ലസ് m2 u2 സ്ക്വയർ ആണ്. അപ്പോൾ നമ്മൾ ഈ ഇക്വേഷനെ ത്രൂ ഔട്ട് ഒരു 1/2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇക്വേഷനെ ഇങ്ങനെ എഴുതാം. ദാറ്റ് ഈസ് 1/2 ഇൻറ്റു m1 v1 സ്ക്വയർ പ്ലസ്
m2 v2 square minus 1 by 2 into m1 u1 square plus m2 u2 square is equal to minus 1 by 2 into m1 m2 divided by m1 plus m2 into 1 minus e square into u1 minus u2 whole square എന്ന് വരും. ഇവിടെ വന്നിപ്പോൾ നമുക്ക് റൈറ്റ് ഹാൻഡ് സൈഡിൽ മൈനസ് ആണുള്ളത്. ആ മൈനസിനെ ഞാൻ ലെഫ്റ്റ് ഹാൻഡ് സൈഡിലേക്ക് എടുത്താൽ എനിക്ക് ഈ ടേമിനെ നേരെ തിരിച്ചെഴുതാം. അതായത് ദിസ് ക്യാൻ ബി റിട്ടൺ ആസ് ഹാഫ് m1 u1 സ്ക്വയർ പ്ലസ് m2 u2 സ്ക്വയർ. അല്ലെങ്കിൽ ഞാനതിനെ എനിക്ക് എക്സ്പാൻഡ് ചെയ്തിട്ട് എഴുതാം. ദാറ്റ് ഈസ് ഇറ്റ് ഈസ് ഹാഫ് m1 u1 സ്ക്വയർ പ്ലസ് ഹാഫ് m2 u2 സ്ക്വയർ മൈനസ് ഹാഫ് m1 v1 സ്ക്വയർ പ്ലസ് ഹാഫ് m2 v2 സ്ക്വയർ. സോ റൈറ്റ് ഹാൻഡ് സൈഡിലെ മൈനസിനെയാണ് നമ്മൾ ലെഫ്റ്റ് ഹാൻഡ് സൈഡിലേക്ക് എടുത്തത്. സോ നമ്മുടെ റൈറ്റ് സൈഡിലെ ടേം പോസിറ്റീവ് ആയിരിക്കും. 1 by 2 ഇൻറ്റു m1 m2 1 മൈനസ് ഇ സ്ക്വയർ u1 മൈനസ് u2 ഹോൾ സ്ക്വയർ ഡിവൈഡഡ് ബൈ m1 പ്ലസ് m2 എന്ന് വരും. സോ ഇതെന്താണ്? ദിസ് ഈസ് ദി ടോട്ടൽ ഇനീഷ്യൽ കൈനറ്റിക് എനർജിയാണ് ആൻഡ് ദിസ് ഈസ് ദി ടോട്ടൽ ഫൈനൽ കൈനറ്റിക് എനർജി. സോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ദിസ് ഈസ് ദ ഡിഫറൻസ് ഇൻ കൈനറ്റിക് എനർജി. അപ്പോൾ നമ്മൾ കൺസിഡർ ചെയ്തത് പാർട്ടിക്കിൾ എന്ന് പറയുന്നത് നമ്മൾ രണ്ട് പാർട്ടിക്കിൾ m1ഉം m2 എടുത്തു. ഇതിൻ്റെ ഇനീഷ്യൽ വെലോസിറ്റീസ് u1 എന്നും u2 എന്നും ഫൈനൽ വെലോസിറ്റീസ് v1ഉം v2 ആയിട്ടാണ് എടുത്തത്. സോ ടോട്ടൽ ഇനീഷ്യൽ കൈനറ്റിക് എനർജി എന്ന് പറയുന്നത് ഹാഫ് m1 u1 സ്ക്വയർ പ്ലസ് ഹാഫ് m2 u2 സ്ക്വയർ ആണ്. അതാണിത്. ടോട്ടൽ ഫൈനൽ കൈനറ്റിക് എനർജിയാണ് ദിസ് ഹാഫ് m1 v1 സ്ക്വയർ പ്ലസ് ഹാഫ് m2 v2 സ്ക്വയർ. സോ ഇനീഷ്യൽ കൈനറ്റിക് എനർജിയുടെ ടോട്ടൽ വാല്യൂ വരുന്നു. ഫൈനൽ കൈനറ്റിക് എനർജിയുടെ ടോട്ടൽ വാല്യൂ സബ്ട്രാക്ട് ചെയ്യുക മീൻസ് വി ആർ ഗെറ്റിംഗ് ദ ലോസ് ഇൻ കൈനറ്റിക് എനർജി. സോ ഹിയർ വി ക്യാൻ റൈറ്റ് ദി ലോസ് ഓഫ് കൈനറ്റിക് എനർജി ഡ്യൂറിങ് ഇമ്പാക്റ്റ്. ലോസ് ഓഫ് കൈനറ്റിക് എനർജി ഡ്യൂറിങ് ഇമ്പാക്റ്റ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് 1 by 2 ഇൻറ്റു m1 m2 into 1 minus e square into u1 minus u2 whole square divided by m1 plus m2 ആയിരിക്കും. So this is the expression for the loss of kinetic energy during impact. Okay, so ഞാൻ ആ എക്സ്പ്രഷൻ ഒന്നുകൂടി എഴുതുന്നു. Loss of kinetic energy during impact is equal to 1 by 2 into m1 m2 1 minus e square u1 minus u2 whole square divided by m1 plus m2 ആണ്. സോ ഇവിടെ നിന്ന് നമുക്കൊരു കാര്യം ക്ലിയർ ആണ്. നമുക്കറിയാം ഇയുടെ വാല്യൂ എന്ന് പറയുന്നത് എപ്പോഴും 0യ്ക്കും 1നും ഇടയിലായിരിക്കുമെന്ന് നമ്മൾ പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ ഈ പറഞ്ഞ 1 മൈനസ് ഇ സ്ക്വയർ എന്ന് പറയുന്ന ടേം എപ്പോഴും പോസിറ്റീവ് വാല്യൂ ആയിരിക്കും, അല്ലെങ്കിൽ ഗ്രേറ്റർ ദാൻ 0 ആയിരിക്കും. അതുപോലെ u1 മൈനസ് u2 ഹോൾ സ്ക്വയർ ഉള്ളത് കൊണ്ട് തന്നെ ഇതും എപ്പോഴും ഒരു പോസിറ്റീവ് വാല്യൂ ആയിരിക്കും. അതിൻ്റെ അർത്ഥം m1 m2 എന്ന് പറയുന്നത് മാസസ് ആണ്. സോ ദ ലോസ് ഓഫ് കൈനറ്റിക് എനർജി ഡ്യൂറിങ് ഇമ്പാക്റ്റ് will be always a positive value. എന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം എന്താണ്? അവിടെ ഡെഫിനറ്റ് ആയിട്ടും ഒരു ലോസ് ഓഫ് കൈനറ്റിക് എനർജി ഉണ്ട് എന്നുള്ളതാണ് അർത്ഥം. ഇനി ഇതിന് എക്സെപ്ഷൻസ് ഉള്ളത് എപ്പോഴാണ്? ഫോർ ഇ ഈസ് ഈക്വൽ ടു 1. ഇ ഈസ് ഈക്വൽ ടു 1 എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞിരുന്നു ദാറ്റ് ഈസ് ഫോർ പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് കൊളീഷൻ. ഫോർ പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് കൊളീഷൻ ഇ ഈസ് ഈക്വൽ ടു 1 ആണ്. ഈ 1 ആയാൽ നമുക്ക് എന്ത് കിട്ടും? മുകളിലത്തെ എക്സ്പ്രഷനിൽ ലോസ് ഓഫ് കൈനറ്റിക് എനർജി എന്ന് പറയുന്നത് 0 ആവും. അതുപോലെ തന്നെ ഈ ഫോർ ഇ ഈസ് ഈക്വൽ ടു 0 എന്നെടുക്കുന്നു. ഇ ഈസ് ഈക്വൽ ടു 0 വരുന്ന പെർഫെക്റ്റ്ലി പ്ലാസ്റ്റിക് കൊളീഷൻ ആണെങ്കിലാണ്. അങ്ങനെയുള്ള കേസിൽ ഇ ഈസ് ഈക്വൽ ടു 0 എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം ലോസ് ഓഫ് കൈനറ്റിക് എനർജി എന്ന് പറയുന്നത് മാക്സിമം ആയിരിക്കും എന്നുള്ളതാണ്. E is equal to 0. For perfectly plastic collisions, loss of kinetic energy maximum ആയിരിക്കും. Now അടുത്തൊരു കേസ് when u1 is equal to u2. u1 u2 ആവുന്ന കേസ്, u1ഉം u2ഉം സെയിം ആവുന്ന കേസ്, അതായത് രണ്ട് വസ്തുക്കളുടെയും ഇനീഷ്യൽ വെലോസിറ്റി സെയിം ആണെങ്കിലും
നമുക്കിവിടെ ലോസ് ഓഫ് കൈനറ്റിക് എനർജി എന്ന് പറയുന്നത് 0 ആയിരിക്കും കിട്ടുക. സോ ലോസ് ഓഫ് കൈനറ്റിക് എനർജി 0 ആണെന്ന് പറഞ്ഞു. അതല്ലാത്ത എല്ലാ കേസുകളിലും എന്താണ്, അതായത് E ഈസ് ഈക്വൽ ടു 1 ആവുന്ന കേസിൽ ലോസ് ഓഫ് കൈനറ്റിക് എനർജി 0 ആണ്. U1 ഈസ് ഈക്വൽ ടു U2 ആവുന്ന കേസിൽ ലോസ് ഓഫ് കൈനറ്റിക് എനർജി 0 ആണ്. അല്ലാത്ത എല്ലാ കേസുകളിലും ലോസ് ഓഫ് കൈനറ്റിക് എനർജി എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ 0 ആണ് ആൻഡ് ഇറ്റ് വിൽ ബി എ പോസിറ്റീവ് വാല്യൂ. സോ എവിടെയാണ് ഈ കൈനറ്റിക് എനർജി പോകുന്നത്? അതായത് ഈ കൊളീഷൻസ് എന്ന് പറയുന്നത് ഇൻഇലാസ്റ്റിക് കൊളീഷൻസ് ആണെന്ന് പറയേണ്ടി വരും. സോ അങ്ങനെയുള്ള കേസുകളിൽ കൈനറ്റിക് എനർജി നഷ്ടപ്പെടുന്നത് മേ ബി ഈ കൊളീഷൻസിൽ അത് ഹീറ്റ് എനർജിയൊക്കെ ആയിട്ട് കൺവേർട്ട് ചെയ്യപ്പെടുന്നുണ്ടാവാം. ഓക്കെ, സോ ഇതാണ് ഈ പറഞ്ഞ ഇമ്പാക്റ്റുമായി ബന്ധപ്പെട്ട് ലോസ് ഓഫ് കൈനറ്റിക് എനർജി ഡ്യൂറിങ് ഇമ്പാക്റ്റുമായി ബന്ധപ്പെട്ട് പറയാനുള്ള കാര്യം. ഓക്കെ, അപ്പോൾ നമുക്കിതുമായിട്ട് ബന്ധപ്പെട്ട് ഒരു പ്രോബ്ലം കൂടി ചെയ്യാം. അതായത് ഇതാണ് ക്വസ്റ്റ്യൻ. ഡ്യൂറിങ് ദി head-on collision between two spheres each of mass 1 kilogram, half the kinetic energy is lost. Find the relative velocity of the spheres before the collision if the initial kinetic energy of the system is 14 joule and the coefficient of restitution is 0.75. ഓക്കെ, അപ്പോൾ നമുക്കറിയാം ഇവിടെ ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത് രണ്ട് മാസസ്, രണ്ടിൻ്റെയും മാസ്, അതായത് M1 ഈസ് ഈക്വൽ ടു M2 ഈസ് ഈക്വൽ ടു 1 kilogram ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. നൗ ഹാഫ് ദ കൈനറ്റിക് എനർജി ഈസ് ലോസ്റ്റ്. സോ ഇവിടെ ലോസ് ഓഫ് കൈനറ്റിക് എനർജിയെ പറ്റി പറഞ്ഞിരിക്കുന്നത് ഇനീഷ്യലി ഉള്ള കൈനറ്റിക് എനർജിയുടെ പകുതിയാണ് ലോസ് എന്ന് പറഞ്ഞിട്ടുണ്ട്. സോ ഇനീഷ്യലി ഉള്ള കൈനറ്റിക് എനർജി ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട് ഇറ്റ് ഈസ് 14 ജൂൾസ് ആണ്. സോ ലോസ് ഓഫ് കൈനറ്റിക് എനർജി എന്ന് പറയുന്നത് ഇറ്റ് ഈസ് 1/2 അല്ലെങ്കിൽ ഹാഫ് ഓഫ് ദി ഇനീഷ്യൽ കൈനറ്റിക് എനർജിയാണ്. സോ ഇനീഷ്യൽ കൈനറ്റിക് എനർജി എന്ന് പറയുന്നത് 14 ജൂളാണ്. സോ ലോസ് ഓഫ് കൈനറ്റിക് എനർജി എന്ന് പറയുന്നത് നമുക്ക് 7 ജൂളാണെന്ന് കിട്ടും. നൗ നമ്മളോട് ആവശ്യപ്പെട്ടിരിക്കുന്നത് ടു ഫൈൻഡ് ദ റിലേറ്റീവ് വെലോസിറ്റി ഓഫ് ദ സ്പിയേഴ്സ് ബിഫോർ ദ കൊളീഷൻ ആണ്. സോ നമുക്ക് ലോസ് ഓഫ് കൈനറ്റിക് എനർജിയുടെ എക്സ്പ്രഷൻ നമുക്കറിയാം. ഇറ്റ് ഈസ് 1/2 ഇൻറ്റു M1 M2 divided by M1 plus M2 into 1 minus E square into U1 minus U2 whole square ആണ്. സോ ഇത് ലോസ് ഓഫ് കൈനറ്റിക് എനർജി 7 ജൂൾ ആണെന്നാണ് പറഞ്ഞിട്ടുള്ളത്. M1 M2 1 ആണ്. സോ ദിസ് ഈസ് 1/2 ഇൻറ്റു ഇതൊക്കെ 1 ആണ് ഡിവൈഡഡ് ബൈ 1 + 1 is 2 ഇൻറ്റു 1 മൈനസ് ഇയുടെ വാല്യൂ 0.75 ആണ്. സോ ദിസ് ഈസ് 0.75 സ്ക്വയർ ഇൻറ്റു U1 മൈനസ് U2 ഹോൾ സ്ക്വയർ ഇസ് ഈക്വൽ ടു 7 ജൂൾ എന്ന് കിട്ടും. സോ ഇവിടെ നിന്ന് നിങ്ങൾക്ക് U1 മൈനസ് U2 ഹോൾ സ്ക്വയർ എന്ന് പറയുന്നത് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. ഇവിടെ 2 × 2 4 വരും. ആ 4നെ അങ്ങോട്ടേക്ക് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഈ സൈഡിൽ 28 വരും. ഡിവൈഡഡ് ബൈ ഇറ്റ് ഈസ് 1 മൈനസ് 0.75 സ്ക്വയർ ആണ്. ഓക്കെ, സോ ദിസ് ഈസ് ഈക്വൽ ടു 28 ഡിവൈഡഡ് ബൈ 0.4375 എന്ന് വരും. ആൻഡ് ദിസ് ഈസ് ഈക്വൽ ടു 8 മീറ്റർ പെർ സെക്കൻഡ് എന്ന് വരും. സോറി, ദിസ് ഈസ് U1 മൈനസ് U2 ഹോൾ സ്ക്വയർ. ഇവിടെ നിന്ന് U1 മൈനസ് U2 എന്ന് പറയുന്നത് ഈ കിട്ടുന്ന വാല്യൂവിൻ്റെ സ്ക്വയർ റൂട്ട് ആയിരിക്കും. സോ ദിസ് U1 മൈനസ് U2 ഈസ് 8 മീറ്റർ പെർ സെക്കൻഡ് എന്നാണ് നമുക്ക് കിട്ടുക. ഓക്കെ,
അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇതിനെ സംബന്ധിച്ച് പറയാനുള്ളത്. ഓക്കെ, താങ്ക് യു.